കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ട പദ്ധതിയാണ് ഇന്ന് നാടിന് മുഴുവൻ അഭിമാനമായി മാറുന്നത്. പദ്ധതിക്കെതിരെ ഉയർന്ന പ്രതിഷേധങ്ങൾ രാജ്യത്ത് വലിയ ചർച്ചയായി. 2010 തുടങ്ങിയ നിർമ്മാണ ജോലിയാണ് 2020 തുടക്കത്തിൽ തന്നെ യാഥാർത്ഥ്യമാകുന്നത്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ഗെയിൽ പദ്ധതിക്ക് അനുമതി നൽകിയത്. UDF സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു. 2012 ജനുവരിയിൽ രണ്ടാം ഘട്ടത്തിന് അനുമതിയും ലഭിച്ചു. പക്ഷേ പിന്നെ കണ്ടത് പദ്ധതിക്കായി സ്ഥലം ഏറ്റെടുക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധങ്ങളാണ്. തുടർന്ന് 2013 പദ്ധതി പൂർണ്ണമായും നിർത്തിവെച്ചു. സ്ഥലം ഏറ്റെടുക്കാത്തതിനെ തുടർന്ന് 2014 ഓഗസ്റ്റിൽ മുഴുവൻ കരാറുകളും ഗെയിൽ ഉപേക്ഷിച്ചു. കൊച്ചി മംഗലാപുരം പാതയിൽ 410 കിലോമീറ്ററിൽ പൈപ്പ് ലൈൻ ഇടണമായിരുന്നു. 2016 മെയ് വരെ വെറും 80 കിലോമീറ്റർ ദൂരത്തിലുള്ള ഭൂവിനിയോഗാവകാശം മാത്രമാണ് ഗെയിലിന് കൈമാറിയത്. പദ്ധതിക്ക് ജീവൻ വെച്ചത് 2016 ജൂണിലാണ്, പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം. ഭൂമിയുടെ നഷ്ടപരിഹാരം ഇരട്ടിയാക്കി, സ്ഥലമേറ്റെടുപ്പ് വേഗത്തിലാക്കി. ജൂണിന് ശേഷം 330 കിലോമീറ്റർ പൈപ്പ് ലൈൻ ഇടാൻ സർക്കാർ സ്ഥലം ലഭ്യമാക്കി. ഗെയിൽ കൊച്ചി മുതൽ ബാംഗ്ലൂർ വരെയുള്ള 7 സെക്ഷനിൽ പുതിയ കരാർ കൊടുത്ത് നിർമ്മാണം പുനരാരംഭിച്ചു. 380 കിലോമീറ്റർ ദൂരത്ത് പൈപ്പ് ലൈൻ ഇടുകയും 22 സ്റ്റേഷൻ പൂർത്തിയാക്കുകയും ചെയ്തു. 2019 ജൂണിൽ തൃശൂർ വരെയും 2020 ഓഗസ്റ്റിൽ കണ്ണൂർ വരെയും വാതകമെത്തി. അധികാരത്തിലെത്തി 1000 ദിവസത്തിനുള്ളിൽ പദ്ധതി നടപ്പാക്കുമെന്ന പിണറായിയുടെ പ്രഖ്യാപനമാണ് ഇന്ന് യാഥാർത്ഥ്യമായത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇച്ഛാശക്തിയുടെ വിജയമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്ത ഗെയിൽ വാതക പൈപ്പ് ലൈൻ പദ്ധതി. ആകെയുള്ള 440 കിലോമീറ്റർ ദൂരത്തിൽ കേവലം 40 കിലോമീറ്റർ മാത്രമാണ് ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പൈപ്പിടിയിൽ പൂർത്തിയാക്കിയിരുന്നത്. 2016 മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ശേഷം ദില്ലിയിലെത്തിയ പിണറായി വിജയനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം ചോദിച്ചത് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തിയാക്കുമോ എന്നായിരുന്നു. നിശ്ചയമായും എന്നായിരുന്നു പിണറായിയുടെ മറുപടി. നിശ്ചയദാർഢ്യത്തോടുള്ള പിണറായിയുടെ വാക്കാണ് ഇന്ന് സഫലമായിരിക്കുന്നത്. പൈപ്പ് ലൈൻ പൂർത്തീകരിക്കാൻ വലിയ പ്രതിസന്ധിയാണ് സർക്കാരുകൾക്ക് നേരിടേണ്ടി വന്നത്. പിണറായി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ പൈപ്പ് ലൈന്റെ ആകെയുള്ള ദൂരത്തിൽ 40 കിലോമീറ്റർ മാത്രമായിരുന്നു പൈപ്പിടൽ പൂർത്തിയായത്. 400 കിലോമീറ്റർ ദൂരത്തിൽ പൈപ്പിടൽ അവശേഷിക്കുന്നുണ്ടായിരുന്നു. ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധം പല കോണുകളിലും ഉയർന്നു. മികച്ച വില നൽകി ഭൂമി ഏറ്റെടുത്ത് പ്രശ്നത്തിന് പരിഹാരം കാണാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞു. ചന്ദ്രഗിരി പുഴയ്ക്ക് കുറുകെ 1.5 കിലോമീറ്റർ ദൂരത്തിൽ പൈപ്പുകൾ സ്ഥാപിക്കുന്നത് അതീവ ദുഷ്കരമായിരുന്നു. തുടർച്ചയായ 2 പ്രളയങ്ങളും പദ്ധതി പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. എങ്കിലും ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ജീവനക്കാരും പ്രാദേശിക ഭരണകൂടങ്ങളും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരേ മനസ്സോടെ നീങ്ങിയപ്പോൾ വികസന കുതിപ്പിന് നാഴികക്കല്ലാവുന്ന പദ്ധതി പൂർത്തിയായി. 3670 കോടി രൂപയാണ് കൊച്ചി മംഗളൂരു പൈപ്പ് ലൈന്റെ നിർമ്മാണ ചെലവ്. കേരളത്തിന്റെയും കർണാടകത്തിന്റെയും വികസന കുതിപ്പിന് നാഴികക്കല്ലാവുന്ന പദ്ധതി എന്ന് മാത്രമല്ല, സിറ്റി ഗ്യാസ് പദ്ധതി സാധാരണ ജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമാണ്. VS സർക്കാരിന്റെ കാലത്താണ് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.